ആൾക്കാരുകളുടെ നടുവിലും യത്തീംഖാനയുടെ മുമ്പ് എന്താണ് ചെറുപ്പക്കാരാ നിനക്ക് എന്ത് സംഭവിച്ചു പോയി? വയനാടിന്റെ ആദിവാസി കുടിലുകളിൽ മലയോര ഗ്രാമങ്ങളിൽ ഒരു പാവപ്പെട്ട അമ്മയ്ക്ക് സംഭവിച്ച ഒരു ദൗർബല്യമോ അവന് പേരിയ വിശപ്പിന്റെ മാറാപ്പോ എടുത്തുകൊണ്ടുവന്ന അനാഥാലയത്തിന്റെ സുരക്ഷിതത്തിന് ഉമ്മയേക്കാൾ വലിയ സ്നേഹം കൊടുത്ത് ഉപ്പയേക്കാൾ കൊടുത്ത വാത്സല്യം കൊടുത്ത് കരുതലോടെ വളർത്തിക്കൊണ്ടുപോകുമ്പോ അനാഥയായ പെണ്ണിന്റെ ശരീരത്തിൽ പോലും കാമത്തിന്റെ പടുതുകളെ കേൾക്കുന്നവന് നിനക്കാണ് തെറ്റിപ്പോയത്. നിന്റെ ഹൃദയത്തിനാണ് കാശ് നഷ്ടപ്പെട്ടു പോയത്. ഉമ്മയുടെ വാത്സല്യം അറിയാത്ത, ഉപ്പയുടെ സുരക്ഷിതത്വം അറിയാത്ത ഈ WMOയുടെ 4 അതിർക്കത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സുഖം മുഴുവനും അനുഭവിച്ചു പോയ അനാഥ പെൺകുട്ടികൾ, ആ അനാഥ പെണ്ണിനോട് ഒരു വാത്സല്യമുള്ള പിതാവിനെ പോലെ നീ നോക്കണേ എന്ന് പറയുമ്പോ അനാഥത്വത്തിന്റെ പാരാപ്തങ്ങളുടെ ഇടയിൽ പോലും നടന്നു പോകുന്ന പെണ്ണിനോട് കാമത്തിന്റെ കൂട്ടുകൂട്ടുന്ന പുരുഷന്റെ മനോവികാരമാണ് മാറേണ്ടത്. ആ പോകുന്നവന്റെ പെങ്ങളാണെന്ന് കരുതാൽ, അതെന്റെ ഉമ്മയെന്ന് കരുതാൽ, വാളയാറ് സ്വന്തം വാളയാറ് ഒരേ മാസത്തിന്റെ ഉള്ളില് ഗർഭം ധരിച്ച് പ്രസവിച്ച 2 പെൺമക്കള് കയറിന്റെ അറ്റത്ത് തൂങ്ങിയാടുമ്പോ പൊട്ടിക്കരയുന്ന വാളയാറിലെ അമ്മയോട് ഇതിന് മതത്തിന്റെ വ്യത്യാസമില്ല, ഇതിന് ത്തിന്റെ വ്യത്യാസമില്ല, ഇവിടെ മനോഭാവമാണ് മാറേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് പൈന്നാരാ തഴമല്ല വലാക്കിനെ തഴമൽ കുലൂബിലൊട്ടി ഹൃദയത്തിന്റെ ഉള്ളിന് വെളിച്ചം നൽകാൻ ഈ പെണ്ണിനെ ഉമ്മയെ പോലെ കാണാം. ഇവിടെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ മുമ്പിലേക്ക് ലോകത്തിന്റെ സ്ത്രീത്വത്തിന് നന്മയുടെ അവകാശം പ്രഖ്യാപിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു കാട്ടാളം നടന്നു വന്നു. പത്രേ ആ കാട്ടാളം പറഞ്ഞു, മുഹമ്മദ് എനിക്ക് വ്യഭിചരിക്കണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തന്നാലും ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് വ്യഭിചരിക്കാൻ അനുവാദം ചോദിച്ചു തന്ന അനുചരനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത പാഠമേറെന്നറിയോ? ഓ ചെറുപ്പക്കാരാ, നീ ഇവിടെ നിന്ന് വ്യഭിചരിക്കാൻ ഒരു പെണ്ണിന്റെ അടുക്കലേക്ക് പോകുമ്പോ ചോദിച്ചു അത്ര ചെറുപ്പക്കാരാ വ്യഭിചരിക്കണമെന്ന് പറഞ്ഞ് കാട്ടാളത്തിന്റെ വിശ്വാസമായി ജാഹിലിയ്യത്തിന്റെ പേക്കൂത്തായി വന്ന മനുഷ്യനോട് അള്ളാന്റെ റസൂല് ചോദിച്ചു, ചെറുപ്പക്കാരാ നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇല്ല മുഹമ്മദ്. എന്നാൽ നീ വ്യഭിചരിക്കാൻ പോകുന്നത് ഒരാളുടെ ഉമ്മയായിരിക്കുകയില്ലയോ? അയാളുടെ ശിരസ് കുനിഞ്ഞു പോയത്രേ. രണ്ടാമത് ചോദിച്ചു, മോനെ നിന്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ വ്യഭിചരിച്ചാൽ നിനക്ക് സഹിക്കാൻ കഴിയുമോ? അവൻ പറഞ്ഞില്ല മുഹമ്മദേ. ഉടനെ മദീനയുടെ ചോദ്യം വന്നു, നീ വ്യഭിചരിക്കാൻ അനുവാദം ചോദിച്ചിട്ട് കിടപ്പറ പങ്കിടുന്നത് വേറെടുത്തേണ്ട ഭാര്യയായിരിക്കുകയില്ലേ? അവൻ നിന്നെ പോലെ അവൻ എങ്ങനെയാണ് സഹിക്കുക? ചെറുപ്പക്കാരാ, നിന്റെ മകളെ ഒരാൾ വ്യഭിചരിക്കാൻ പിടിച്ചാൽ നിനക്ക് സഹിക്കാൻ കഴിയുമോ? ഇല്ല മുഹമ്മദ്, ഞാൻ ഈ വാളുവന്നവന്റെ കരുത്തറച്ചെടുക്കുമെന്ന് പറയുമ്പോ നീ വ്യഭിചരിക്കാൻ പോകുന്നത് മറ്റൊരാളുടെ മോളായിരിക്കുകയില്ലേ? മറ്റൊരാളുടെ പെങ്ങളായിരിക്കുകയില്ലേ? വ്യഭിചരിക്കണമെന്ന കാട്ടാളത്വത്തിന് ആഗ്രഹമായി വന്നവനോട് പെണ്ണ് അമ്മയാണ്, അവള് സഹോദരിയാണ്, അവള് ഭാര്യയാണ്, അവള് മകളാണ്. ഓരോ പെണ്ണിന്റെ നേരെ നീ ഹരിതാമിയുടെ നോട്ടം നോക്കുമ്പോ ആ സമയത്ത് നിന്റെ മോളെ കാണണേ, നിന്റെ ഉമ്മയെ കാണണേ, നിന്റെ പെങ്ങളെ കാണണേ എന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് പെങ്ങളെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകണം. ഏത് സമയത്തും നിന്റെ ഹൃദയത്തിന് വെളിച്ചം നഷ്ടപ്പെടുന്നു പെണ്ണിനോട്. അതുകൊണ്ട് പെണ്ണ് നീ ഒരു വശത്തിന്റെ ശക്തിയാവുക, പ്രതിരോധത്തിന്റെ ശക്തിയാവുക. പട്ടാപ്പകല് നടന്നു പോകുന്നൊരു പെണ്ണ് അരയിൽ കത്തി തിരികിയിട്ടല്ലാതെ പുരുഷന്റെ ലൈംഗികാവയെ മുറിച്ചു കളഞ്ഞാലല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നൊരവസ്ഥയിലേക്ക് മലയാള കേരളം മാറിപ്പോകുമ്പോ പുരുഷന്റെ പേക്കൂറ്റുകളുടെ മുമ്പ് പാവപ്പെട്ട പെണ്ണിന്റെ വലപ്പെട്ടുകളെ ചിതറിത്തെറിക്കുമ്പോ വസ്ത്രധാരണമല്ല മാറേണ്ടത്, കാഴ്ചപ്പാടാണ് മാറേണ്ടത്. പുരുഷന്റെ കാഴ്ചപ്പാട്, നിയമത്തിന്റെ പടുതുകൾ, ഇത് മാറിയാലേ ലോകത്ത് നന്മയുണ്ടാകൂ. അതുകൊണ്ട് ഹൃദയത്തിന് കാഴ്ച നഷ്ടപ്പെട്ടുകൂടാ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ.
നമ്മുടെ വയനാടിന്റെ അഭിമാനമായിരുന്ന WMO അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകൾ. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർ ഈ പരാതി ആദ്യം കൊടുത്ത WMO അധികൃതരാണ്. അവരാണ് പോലീസിൽ പരാതിപ്പെട്ടത്. അതുവഴിയാണ് ഈ സംഭവം പുറത്തു വന്നത്. പ്രതിയെ സംരക്ഷിക്കാനുള്ള യാതൊരുവിധ നീക്കവും ഉണ്ടായില്ല എന്നത് അതിന് പ്രവർത്തകരെ മുക്തകണ്ഠം നാം പ്രശംസിക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, അധികാര ഗ്രന്ഥങ്ങൾ പെണ്ണിന്റെ മാനം കെടുത്തുന്നവനെ സംരക്ഷിക്കില്ല എന്ന ഒരു തീരുമാനം അവരെടുക്കാത്തിടത്തോളം കാലം, നിയമത്തിന്റെ പഴുതുകൾ അടയ്ക്കപ്പെടാത്തിടത്തോളം കാലം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പെണ്ണ് ജീൻസ് മാറ്റി പർദ്ദയിട്ടത് കൊണ്ട് ഇത് അവസാനിക്കുമെന്നൊരു വാദമൊന്നും എനിക്കില്ല. അതിട്ടതുകൊണ്ട് അവസാനിക്കുമെന്ന് വാദമില്ല. ഒരൽപ്പമൊക്കെ ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നല്ലാതെ പുരുഷന്റെ മനോഭാവം മാറാത്തിടത്തോളം കാലം ആരുടെ പെണ്ണും എന്റെ കിടപ്പറയിൽ കിടക്കേണ്ടവരാണെന്നുള്ള ഈ ചുവന്ന തെരുവിന്റെ പ്രത്യയശാസ്ത്രം ഒരു പുരുഷന്റെ ഹൃദയത്തിൽ വേര് പിടിച്ചാൽ പിന്നെ ഈ പെണ്ണിനെങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? അതെന്റെ ഉമ്മയാണ്, അതെന്റെ പെങ്ങളാണ്, അതെന്റെ സഹോദരിയാണ് എന്ന് പ്രതിഷ്ഠിക്കപ്പെടാത്തിടത്തോളം കാലം, പെണ്ണിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടാത്തിടത്തോളം കാലം ഈ ഭൂമിയിൽ ഇതിനെ വേറെടുക്കാൻ കഴിയുകയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു ബോധം നൽകട്ടെ. പാവപ്പെട്ട പിഞ്ചു പൈതലുകളോട് എന്തിനീ ക്രൂരത? അനാഥ കുട്ടികളോട് എന്തിനീ ക്രൂരത? എട്ടും പുട്ടും തിരിയാത്ത 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വാളയാർ ആത്മഹത്യ ചെയ്തത്. സ്വന്തം മക്കളെ 2 പെൺമക്കളുടെ മൃതദേഹം 1 മാസത്തിന്റെ ഇടയിൽ ആ തടുത്തു വിറങ്ങലിച്ച മൃതദേഹവും കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയേണ്ടി വന്ന വാളയാറിലെ അമ്മ ഈ മലയാളത്തിന്റെ പുരുഷന്റെ മനസ്സാക്ഷിക്ക് നേരെ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ പൊന്നുമോൾ എന്ത് ചെയ്തിട്ടാണ് ഈ വളപ്പൊട്ടുകളിൽ ഒരു പട്ടപ്പാതിരായി പൊട്ടിത്തെറിച്ചത്? അതുകൊണ്ട് ആദ്യം ഹൃദയം നന്നാക്കണം. അല്ലാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഏതൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഹൃദയം നന്നാവാത്തിടത്തോളം കാലം നമ്മളെല്ലാരെയും വിശ്വസിക്കല്ലേ അവനങ്ങനെ ചെയ്യില്ല. കാരണം അവന്റെ ഹൃദയം നമ്മളാരും കാണുന്നില്ല. അവന്റെ വാരിയലിന്റെ ഉള്ളിൽ മൂടപ്പെട്ട ഹൃദയം, ആ ഹൃദയത്തിന്റെ കരാളതകൾ പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ സിനിമ നടി മുതൽ 5ാം ക്ലാസ്സുകാരിക്ക് പോലും രക്ഷയില്ലാത്തൊരു നാടായി നമ്മുടെ കേരളം മാറുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ ഹൃദയത്തിന് വെളിച്ചം കൊടുക്കേണ്ട ഒരു ഗോളം കൊളുത്തി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. കബറും കബറിനുണി മാത്രം പറഞ്ഞാൽ പോലെ ചില സമയത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണുകൾക്ക് കാഴ്ച പോയാലും കുഴപ്പമില്ല, അവർ തപ്പിത്തടഞ്ഞ് നടന്നോളും. പക്ഷേ വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫിസ്സുദൂർ, ഹൃദയത്തിന് അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ സമൂഹത്തെ ലോകത്തിന് മുമ്പിൽ പരിഗണിക്കാൻ കഴിയില്ല. ഇത് ഖുർആന്റെ പ്രമേയമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നാളെ ഇവിടെ നമ്മുടെ പെങ്ങളാവാം, നാളെ ഈ സ്ഥാനത്ത് നമ്മുടെ ഉമ്മയാവാം, നാളെ ഈ സ്ഥാനത്ത് നമ്മുടെ ഭാര്യയാവാം. ചതിക്കുടികളിൽ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾ. ഇൻഷാല്ലാ പറയാം. പെണ്ണുങ്ങളോട് ഞാനൊരു വാള് പറഞ്ഞു തരാം. കൽബ് എന്ന് പറയുന്ന അവയവത്തെ ഖുർആൻ പറഞ്ഞൊരു ആയത്തുണ്ട്. ഇത് പെണ്ണുങ്ങളോടാണ്. നന്നായിട്ട് കേട്ടോളി. പറയട്ടെ. പ്രലോഭനങ്ങളിൽ വീണു പോകുന്ന പെൺകുട്ടികൾ, ആ അനാഥ പെൺകുട്ടികൾ വെറും ഒരു മിഠായി കൊടുത്ത്, കാരണം അവർ അനാഥകളാണ്. ഉപ്പാടെ വാത്സല്യം അവർക്ക് കിട്ടിയിട്ടില്ല, ഉമ്മാന്റെ സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല. നടന്നു പോകുന്ന വഴിയിൽ ഉപ്പയത്ര സ്ഥാനത്ത് നിൽക്കേണ്ട ആളുകൾ ഒരു മിഠായി നീട്ടിയാൽ അതിൽ പെട്ടുപോകുന്നവരാണ് അനാഥ കുട്ടികൾ. അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യപ്പെട്ടു എന്നതാണ്. പക്ഷേ യതീംഖാന അധികൃതർ തക്ക സമയത്ത് കൊണ്ട് ഉണർന്നതുകൊണ്ട് വലിയ ദുരന്തങ്ങളില്ലാതെ അള്ളാഹുവിനെ കാത്തുരക്ഷിച്ചു. അള്ളാഹു ആ സ്ഥാപനത്തെ നിലനിർത്തി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് WMO. പക്ഷേ അനാഥത്വത്തോട് തെരുവിൽ കിടക്കുന്ന ഭ്രാന്തിയെ കുറിച്ചിട്ടൊരു കവിത കേട്ടിട്ടുണ്ട്. അതിനോട് പോലും ക്രൂരത കാണിക്കുന്ന നരാധമന്മാരോട് ലോകത്തെന്താണ് പറയാൻ കഴിയുക? ഇവിടെ ഇസ്ലാമിക നിയമമേ, ഈ ദുബൈയിലൂടെ നിങ്ങൾ നോക്കി രാത്രി പാതിരായ്ക്ക് പോലും ഇതിനേക്കാൾ അരവസ്ത്രം ധരിച്ചിട്ട് പെണ്ണുങ്ങൾ നടന്നു പോകും. ഒരാൾ നോക്കൂല. അതെന്താ? അവർ കടുക്കവെള്ളം കുടിച്ചിട്ടാ? അല്ല, അവിടുത്തെ നിയമത്തിന്റെ പഴുതുകളില്ലാത്ത നിയമമാണ്. അതുകൊണ്ടാണ് ആ നിയമം ഇവിടെ ഉണ്ടാവണം. ഇവിടെ സംരക്ഷിക്കാൻ ആളുകൾ, ഇവിടുത്തെ ഗോഡ് ഫാദർമാർ, ഇവിടെ അധികാരവും ഒരു വോട്ട് ബാങ്കും ഉണ്ടെങ്കിൽ ആരുടെ തമ്മാടിത്തരവും മൂടിവെക്കാൻ കഴിയുന്ന മേൽവിലാസങ്ങൾ, അവിടെയാണ് അരമനയുടെയും അകത്തളങ്ങളുടെയും പീഡനങ്ങൾ വെളിയിലെറിയാതെ പോകുന്നത്. ഇന്ന് WMOയുടെ പത്രസമ്മേളനം എന്താ? കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ മുഴുവനും കൂടെ നിൽക്കും. ഒരാളെപ്പോലെ സംരക്ഷിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ മാനദണ്ഡമാണ്. അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ പൊന്നു ചെറുപ്പക്കാരെ, ചിലപ്പോ ഇതിനകത്തുള്ളവരൊക്കെ ഇതിനു മുമ്പ് വാതിലുണ്ടാവാം. ഇവരൊക്കെ ആരും തെമ്മാടികളാകണമെന്നില്ല. പെണ്ണിനെ കാണുമ്പോൾ കാമം പൂക്കുന്ന ഈ കാലത്തേക്ക് മാറുന്നതെന്താണ്?
ഇവരൊക്കെ വാതിനൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം. അപ്പൊ നമുക്ക് ആരെ ഹൃദയം അശക്കയിത്ത കൽബഹൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു ചോദിച്ചതുപോലെ കീറി നോക്കാൻ പറ്റൂലല്ലോ. വാതിനുണ്ട്. ഞാൻ ഈ ഒരു ഭാഗത്ത് പട്ടാമ്പി ഭാഗത്തെടുത്ത് വാതിന് പോയപ്പോ ഒരു പെൺകുട്ടി എനിക്കൊരു എഴുത്തു തന്നു, ഉസ്താദെ എന്റെ ഭർത്താവിന് വേറെ 4 പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, അതുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് മാത്രമല്ല ആ കാര്യം ഉസ്താദ് ഈ സദസ്സിൽ തന്നെ പറയാം. ഞാനോർത്തു ഈ സദസ്സിൽ തന്നെ പറയാൻ കാരണം താഴേക്ക് വായിച്ചപ്പെടാമാണ് ആ ഭർത്താവ് ഉസ്താദിന്റെ ഭാഗത്തൊക്കെ ഫ്രണ്ട് സഫി ഇരിപ്പുള്ളൂ. ഇത് വെറുതെ ഒരു കെട്ടുകഥയല്ല. അതിനെ താഴെ എഴുതിയിരിക്കുകയാണ്, ഉസ്താദ് എന്റെ ഭർത്താവിന് 4 പെൺകുട്ടികളുമായി അവിഹിത ബന്ധവും ഞാൻ വലിയ വിഷമത്തിലാണ്. ഉസ്താദ് ഈ സദസ്സിൽ തന്നെ പറഞ്ഞു അങ്ങനെ ഭാഗത്തൊക്കെ മുമ്പിൽ ഇരിപ്പുള്ളത്. ഞാനോട്ട് പടച്ചവനെ ആ മനുഷ്യൻ എന്തൊരു പഹയനാന്ന് ഓർത്തപ്പോഴാണ് എന്റെ താഴെ എഴുതിയിരിക്കുന്ന ആ കൂട്ടുള്ള 4 പെണ്ണുങ്ങളും അപ്പുറം മറയിരിപ്പുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മൾ ഒരു മനുഷ്യനെ വെളിയിൽ വെച്ചേ നമുക്ക് പറയാൻ പറ്റൂ. വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ കണ്ണാടി എടുത്ത് നോക്കണം, ഞാനൊരു ഗന്ധർവനോ, സൂക്ഷിച്ചു നോക്കി ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ എന്ന് നമുക്ക് സ്വയം തോന്നണമെങ്കിൽ കണ്ണാടി നോക്കേണ്ടതല്ലെങ്കിലും ഞാനൊരു ഗന്ധർവനോ, സൂക്ഷിച്ചു നോക്കി ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ എന്ന് നമുക്ക് തോന്നണ്ടേ? നമുക്കറിയാൻ പറ്റുമോ വേതാളമാണോ ഗന്ധർവനാണോ? അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ വ്യാജമദ്യ ദുരന്തത്തിന്റെ 1-ാം പ്രതി മണിച്ചൻ ചെറിയങ്കീഴ് ശർക്കര ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശർക്കര കൊണ്ട് തുലാഭാരം നടത്തുന്ന ഭക്തനാണ്. എന്താ ഈ പറയും? ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് ആ വിഷയം നമ്മൾ കൃത്യമായിട്ട് എടുക്കുക. എന്റെ സമയം കുറെ കളഞ്ഞു. നമ്മുടെ ഹൃദയം നന്നാവണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.